നമസ്കാരം ഡോക്ടറെ. ഞാൻ നമ്മുടെ സൈറ്റിലെ ഡിസൈൻ അനുസരിച്ച് ഫസ്റ്റ് കിച്ചണും സെക്കൻഡ് കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു പറ്റുന്നത്രയും ചെറിയ വീഡിയോ ആയിട്ട് ഒരു 5 മിനിറ്റിന് മേളിൽ ദൈർഘ്യം പോകാത്ത ഒരു 2 വീഡിയോ ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രിസൈസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നു. നമ്മൾ ലെഫ്റ്റ് ഇരുന്ന് ആദ്യം ഫ്ലോർ യൂണിറ്റ്സ് ആണ് തുടങ്ങുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അയച്ചു തരാം. അതല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റിലോട്ട് വരാം. ഫസ്റ്റ് യൂണിറ്റ് സിങ്കിൻ്റെ യൂണിറ്റ്. ഈ സിങ്കിൻ്റെ യൂണിറ്റിനകത്ത് ഡിറ്റർജൻറ്റും അതേപോലെ തന്നെ വേസ്റ്റ് ബിന്നും ഉള്ള രീതിയിലുള്ള യൂണിറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഈ സോഫ്റ്റ്വെയറിനകത്ത് അത് കാണിക്കുന്നില്ല, അത് കാണിക്കുന്ന യൂണിറ്റ്സ് വരത്തില്ല. ഇതെല്ലാം ഇതുപോലെ തന്നെ ഓരോന്നും സിംഗിൾ മോഡ്യൂളാണ്. ഈ സിങ്കിൻ്റെ ഒന്നും പോയിന്റ് അവിടെ ചെയ്തിട്ടില്ല. ഈ പോയിന്റുകളെല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോകാഡിൽ അല്ലെങ്കിൽ സ്കെച്ചപ്പിൻ്റെ ഡ്രോയിങ്ങിൽ നമ്മൾ വരച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്, 5ാമത്തെ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ്, 6ാമത്തെ ബോട്ടിൽ റാക്ക്. ഈ ബോട്ടിൽ റാക്കിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. 1 ലിറ്ററിൻ്റെ കുപ്പി വെച്ചുകൊണ്ട് തന്നെ അടയ്ക്കാം. മാർക്കറ്റിൽ വയർ ബാസ്ക്കറ്റ്സിൻ്റെ ഒക്കെ പ്രൊഫൈലിൽ ആണെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വരത്തില്ല. ഈ 7ഉം 8ഉം ഒറ്റ യൂണിറ്റാണ്. കാരണം ഇതിനകത്ത് ഈ സോഫ്റ്റ്വെയറിനകത്ത് ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന മെഷർമെൻറ്റ് ഈ ഹോബിൻ്റെ യൂണിറ്റ് 1000 ഉള്ളൂ. അപ്പോൾ ഞാനൊരു സ്പേസറും കൂടെ ഇട്ട് അതിൻ്റെ ആ സ്പേസർ ഇതും ഈ 7ഉം 8ഉം ഒറ്റ യൂണിറ്റാണ്. ആ ഒരു രീതിയിൽ അത് കണ്ടാൽ മതി. ഇത് കണ്ട 1000 വരെ ഉള്ളൂ. പിന്നെ 1200 നമുക്ക് ഇവിടെ നിൽക്കത്തില്ല. നമുക്ക് 1100 വരെ നിൽക്കും. പ്രൈസ് ലിസ്റ്റിൽ ഇരിക്കുന്ന എല്ലാ സാധനവും ഈ സോഫ്റ്റ്വെയറിനകത്ത് അപ്ഡേറ്റഡ് ആവത്തില്ല. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിലവിൽ ഈ യൂണിറ്റ്സുകൾ കറക്റ്റായിട്ടുള്ള യൂണിറ്റ്സുകൾ ഇല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് ഇട്ടിട്ട് ബാക്കിയുള്ളത് ഇതുപോലൊരു സ്പേസർ വെച്ച് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത് നോക്കും. അപ്പോൾ 7ഉം 8ഉം ഈ പറഞ്ഞ ഒറ്റ യൂണിറ്റാണ്, ഹോബിൻ്റെ യൂണിറ്റാണ്. ഈ ഹോബിൻ്റെ യൂണിറ്റിനകത്ത് മേളിൽ കട്ട്ലറി, താഴെ ഇതുപോലെ തന്നെ സ്റ്റോറേജ്. ഇതിന് വേണമെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ എടുക്കാം. ഈ യൂണിറ്റ് തന്നെ ഈ 8ാമത്തെ യൂണിറ്റ് തന്നെ നമുക്ക് ഇതുപോലെ മേളിൽ ഡ്രോയർ, താഴെ 2 ഡോറ്, 3 ഡ്രോയർ ഉള്ളത്, 2 ഡ്രോയർ ഉള്ളത്, ഇത് മേളത്തെ ഡ്രോയർ തന്നെ 2 പീസായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ല സാധനമാണ്. ഇത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ കട്ട്ലറി ഇരിക്കുന്നു, മേളിൽ കട്ട്ലറി വെക്കുന്ന സാധനം, താഴെ വന്നിട്ട് പ്ലേറ്റുകളും അതുമാതിരിയുള്ള ഇത് സോസും എല്ലാം ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ടൈപ്പ്. ഈ 8 ഇങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഈ 9ഉം ഇതേപോലെ തന്നെ ഒരേ ഹൈറ്റിലുള്ള ഡ്രോയറുകളാണ്. അപ്പോൾ ഡ്രോയർ ബോട്ടിൽ പുള്ളോട്ട് 17 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഷട്ടർ, 52 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഷട്ടർ, 35 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഷട്ടർ, 35 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഷട്ടർ. ഇതിനകത്തെല്ലാം ടാൻഡം ബോക്സ് പ്ലെയിൻ ആയിരിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റും. താഴത്തെ ഇതിനകത്ത് ഒരു ബോട്ടിൽ ഹോൾഡറിൻ്റെ ഇത് വരും. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോക്കകത്ത് കാണിച്ചു തരാം. ഇതിനകത്തും വരും. അങ്ങനെ ബോട്ടിലല്ല, പ്ലേറ്റ് ഹോൾഡ് ചെയ്യുന്നത് ഡിഫോൾട്ടായിട്ട് കമ്പനി അയച്ചു വരും. ഇത് നോർമൽ കോർണർ ഉണ്ട്. ഇവിടെ നമുക്ക് ഡബിൾ ഡോർ, 2 ഡോറും തുറക്കാവുന്ന, ഇതിനകത്ത് ഒരു ഡോറേ കാണിക്കുന്നുള്ളൂ, പക്ഷേ 2 ഡോറും തുറക്കാവുന്ന രീതിയിലാണ് ഈ 5ാമത്തെ യൂണിറ്റ്. 10ാമത്തെ യൂണിറ്റ് നോർമൽ കോർണർ യൂണിറ്റ്. നോർമൽ കോർണർ നടുക്കൊരു ഷെൽഫ് കാണും. ഡോക്ടർ കണ്ടു കാണും നമ്മുടെ ഷോറൂമിൽ. ഈ 11ാമത്തത് ഒരു പാൻട്രി യൂണിറ്റ് ആണ്. ഹാഫ് പ്രൊഫൈൽ അതിന് ബോഡിക്കകത്തും ഹാഫ് പ്രൊഫൈൽ ഡോറിലും വരുന്ന, അത് ഞാൻ 2ാമത്തെ വീഡിയോക്കകത്ത് ഈ 11ാമത്തെ യൂണിറ്റ് കാണിച്ചു തരാം. ഈ 11ാമത്തെ യൂണിറ്റിനകത്ത് പാൻട്രി യൂണിറ്റ്. ഈ പാൻട്രി യൂണിറ്റ് എന്നതിനെ വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വോൾ യൂണിറ്റ്സുകൾ കുറയുന്ന കാരണം സ്റ്റോറേജ് വെക്കാൻ വേണ്ടി നമ്മൾ 11 പാൻട്രി യൂണിറ്റും കൊണ്ട് കൊണ്ടുവന്നതാണ്. അതേപോലെ 12 എന്ന് പറഞ്ഞത് ഇൻബിൽട്ട് ഓവന്, ഇൻബിൽട്ട് ഗ്രില്ല് വെക്കുന്ന യൂണിറ്റിന് പകരം നിലവിലത്തെ മൈക്രോവനും അതേപോലെ OTG ഉപയോഗിച്ച് കഴിഞ്ഞ് മിക്സി ഇതൊക്കെ ഈ നടുക്ക് വെക്കാം. ഓപ്പൺ ആയിരിക്കുന്ന സ്പേസ് ആയിരിക്കും. മേളിലും താഴെയും സ്റ്റോറേജ് സ്പേസ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഇത് GTPT യൂണിറ്റ്. ഇതും 1000 mm വിട്ടുള്ളതാണ്. മേളിൽ നമുക്ക് കഴുകി കഴിഞ്ഞിട്ട്
പ്ലേറ്റുകളും അതേപോലെ ഗ്ലാസും വെക്കാവുന്നതാണ്. ഇതൊരു സ്റ്റോറേജ് യൂണിറ്റാണ്. 3ഉം 4ഉം ഒരേ യൂണിറ്റ് തന്നെയാണ്, ഒരു സ്റ്റോറേജ് യൂണിറ്റാണ്. അത് കഴിഞ്ഞാൽ 13ഉം ഒരു സ്റ്റോറേജ് യൂണിറ്റാണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ ആ സെക്കൻഡ് കിച്ചണിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് ഇത് സോളിഡ് വ്യൂ ആയിട്ട് ഒന്ന് വെക്കാം. നമുക്ക് ആ ഒരു സ്റ്റെയർ കേസിന് താഴെ ഒരു പോക്കറ്റ് പോലെ ഉണ്ടല്ലോ, ആ പോക്കറ്റ് പോലെയുള്ള സ്ട്രക്ചറാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മെഷർമെൻ്റ് എല്ലാം കറക്റ്റാണ്. ഇതിനകത്ത് ഹോബ് ഹുഡിൻ്റെ പോയിന്റുകളുണ്ട്, സിങ്കിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ്, അതേപോലെ തന്നെ ഈ ഇൻബിൽട്ടൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പോയിന്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചിലത് പുതിയതായിട്ട് കൊണ്ടുവരാനുണ്ട്. വേറെ നിലവിലുള്ളതൊന്നും അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നില്ല. നിലവിലുള്ളതൊന്നും ഇതുണ്ട്. നോർത്ത് സൈഡിൽ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇൻലെറ്റ് ആണോ അതോ അവിടെ ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്കെച്ചിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടറിന് വരച്ച് കാണിക്കുകയും ഇലക്ട്രീഷ്യനെ പ്ലംബറെ കൊണ്ട് നമുക്കത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്യിപ്പിക്കാം, കൂടെ നിന്ന് അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചണ്. ഈ സെക്കൻഡ് കിച്ചണും കൂടെ ഞാൻ ജസ്റ്റ് ഇതുപോലെ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. അത് ചെറിയ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കിച്ചണായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഡോക്ടറിനുള്ള ബഡ്ജറ്റിനകത്ത് നമ്മൾ ഫസ്റ്റ് കോളത്തിനകത്ത് ഈ നമ്പറുകളായിരിക്കും സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പർ വെച്ച് ആ പ്രോഡക്റ്റ് ആ മോഡ്യൂൾ ഏതാണെന്നുള്ളത് ഡോക്ടറിന് തിരിച്ചറിയാൻ പറ്റും. ഒരു ഡിസ്ക്രിപ്ഷനും കാണും, പിന്നെ അതിൻ്റെ പ്രൈസും കാണും. അപ്പം ഇതാണ് ഫസ്റ്റ് കിച്ചണ്. സെക്കൻഡ് കിച്ചൺ വരുമ്പം ഇതും സെക്കൻഡ് കിച്ചണിനകത്ത് ആദ്യം ഞാനൊരു എൽ ഷേപ്പിലായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഈ രീതിയിലോട്ട് കൊണ്ടുവന്നു. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ഒന്ന് പറയുക. ഇവിടെ പ്ലംബിങ്ങിൻ്റെ പോയിന്റുകളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നിലവിൽ ആ ഭിത്തിയിൽ വാഷിംഗ് മെഷീൻ്റെ ഒരു ഇൻലെറ്റ് മാത്രമേ അന്ന് ഞാൻ വന്നപ്പോൾ കണ്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ പോയിന്റുകൾ ഇട്ടിരിക്കുന്നത്. ഇതൊരു സ്റ്റോറേജ് യൂണിറ്റ്, ഒന്നൊരു സ്റ്റോറേജ് യൂണിറ്റ്. തുറന്നു കഴിഞ്ഞാൽ നടുക്ക് ഇങ്ങനെ ഒരു ഷെൽഫ് കാണും. 3 ഒരു സ്റ്റോറേജ് യൂണിറ്റ്, നടുക്ക് ഈ പറഞ്ഞ പോലെ ഷെൽഫ് കാണും. ഒരു 2D പുള്ളൗട്ട് മാത്രം വെച്ചു. അതേപോലെ തന്നെ ഇതിനകത്ത് സിങ്കിനകത്ത് ഡിറ്റർജൻറ്റും വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെയും ഇതുണ്ട്. ഇതിനകത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ സിങ്കൊക്കെ ഇതിനകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്ന റൗണ്ട് ടൈപ്പ്, റൗണ്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സോഫ്റ്റ്വെയറിനകത്ത് ഉള്ള ഈ ചില മോഡ്യൂൾസ് വെച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നേ ഉള്ളൂ. മേളിൽ സ്റ്റോറേജ്, 5 ഓപ്പൺ ഷെൽഫ്, 2 സ്റ്റോറേജ്, 5 ഓപ്പൺ ഷെൽഫ്, 7 GTPT യൂണിറ്റ്. 7ാമത്തത് നമ്മൾ കഴുകിയിട്ട് പാത്രം കയറ്റി വെക്കാൻ വേണ്ടിയുള്ള GTPT യൂണിറ്റ്. ഇത് നമ്മൾ ഗ്യാസ് സ്റ്റവ് വെക്കുന്നെങ്കിൽ അങ്ങനെ, ഹോബ് കട്ട് ചെയ്ത് വെക്കുന്നെങ്കിൽ അങ്ങനെ. 1, 3, 4, 6, 2, 5, 7 ഈ നമ്പറുകൾ ഡോക്ടറിന് ആ കൊട്ടേഷൻ്റെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ കിടക്കുന്നത് ഈ നമ്പറുകളായിരിക്കും. അപ്പോൾ ഈ നമ്പർ വെച്ച് തെറ്റാത്ത രീതിയിൽ ഇത് ഏത് പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൂടെ കാണും. ഇവിടെ ഒരു എക്സോസ്റ്റിൻ്റെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വീഡിയോ ഞാൻ ആ കൊട്ടേഷൻ ഒന്ന് ചെറുതായിട്ട് അതും കൂടെ ഈ കൊട്ടേഷനും കൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ട് അതിനു വേണ്ടിയാണ് രണ്ടാമത്തെ ഇത് ചെയ്യുന്നത്, രണ്ടാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ.